ഞാനിപ്പോൾ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് ഈ പഴുപ്പ്, പച്ചക്കറിക്കുള്ള പഴുപ്പ്, പിന്നെ തല ചുരുളിച്ചൽ, പിന്നെ പിന്നെ പഴുത്ത് ഇത് പോവുക, പിന്നെ പ്രാണി, ഇതിനെല്ലാം കൂടിയുള്ള നല്ലൊരു അടിപൊളി ഈ മുരടിപ്പ് വരിക, തല ചുരുണ്ടിട്ട് പോയിട്ട് അത് നശിച്ചു പോകും. പിന്നെ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഞാനൊരു മഞ്ഞപ്പ്, തല ഇങ്ങനെ ചുരുണ്ടാൽ പിന്നെ മേലോട്ട് പോകില്ലല്ലോ, അത് പോവുക തന്നെ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മരുന്നാണ് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഇത് ദേശം ചുരുണ്ടതായിരുന്നു. എനിക്കിത് അനുഭവത്തിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങിനും അതേപോലെ തന്നെ അടിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല നല്ല ശരിക്ക് ആ മുരടിപ്പും എല്ലാം പോകും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ തുരിശ് എന്നതിന് പറയാം. തുരിശ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മരിച്ചിട്ടെന്ന് പറയും. ഈ ദൂതവാട്ടത്തിനെല്ലാം അടിച്ചു കൊടുക്കുന്ന ഒരു പൊടിയായത്. പിന്നെ ഇത് നമ്മൾ റബ്ബറിനെല്ലാം ആ ചീക്ക് വരുന്നതിന് തല തിരുന്നതിനെല്ലാം വേണ്ടി അടിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ കോപ്പർ ഓക്സൈഡ് ക്ലോറൈഡാണിത്. കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. മലയാളത്തിൽ നമ്മൾ തുരിശ് എന്നതിന് പറയാം. തുരിശ് പിന്നെ തുരിശും 100 കൂടി അടിച്ചു കൊടുക്കും എന്ന് പറയുന്നതൊക്കെ എല്ലാറ്റിനും അതാണ് ഇത് സംഭവം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ച് ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്ററിന് 1 ടീസ്പൂണ് ഇത് വേണം. ഇത് 1 ടീസ്പൂണാണ് ഇത് വേണ്ടത് 1 ലിറ്ററിന്. ഞാനിപ്പോൾ ഇതാ ഒരു സ്പൂണ്. ഇതിപ്പോൾ ഞാനൊക്കിപ്പോൾ ഒരു 3 ലിറ്റർ ഞാൻ ആക്കുന്നുണ്ട്. ഒരു 3 ലിറ്ററിന് എടുക്കുന്നതാണ് ഇത്. കണ്ട അതാ, ഇത് ഇത്ര പോരാ, ഒരു 3 ടീസ്പൂൺ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു 25 ഗ്രാം അല്ല, ഇത് ഒരു 3 ടീസ്പൂണാവുള്ളൂ. ഇതുണ്ടാവും 3 ടീസ്പൂൺ ഉണ്ടത്. അതെടുത്ത് പിന്നെ പിന്നെ തൂക്കിയിട്ടിപ്പോൾ എടുക്കാനാവില്ലല്ലോ നമുക്ക്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഇതിലെന്ന് വെച്ചാൽ കുറച്ച് ചുണ്ണാമ്പ് കണ്ടില്ലേ, അതാ പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചുണ്ണാമ്പ് എടുക്കുക. ഒരു സ്പൂൺ എടുക്കുമ്പോൾ ഇത്ര പോരെ വേണ്ടു ചുണ്ണാമ്പ്, അത്രേ വേണ്ടു. 1/2 ടീസ്പൂൺ ചുണ്ണാമ്പ് വേണം. 1 ടീസ്പൂൺ ഇതെടുക്കുമ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇത് 3 ഇതായതുകൊണ്ട് 1 ടീസ്പൂൺ തന്നെ വേണം. മറ്റേത് പിന്നെ 3 ടീസ്പൂൺ എടുത്തു. 3 ലിറ്ററിന് 1 ടീസ്പൂൺ എടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഞാൻ ചുണ്ണാമ്പ് എടുത്തിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, ഇത് കൊടുത്തു. പിന്നെ കുറച്ച് ഞാൻ കഞ്ഞി വെള്ളം എടുത്തു. ഇത് കഞ്ഞിയുടെ വെള്ളമാണ് വേണ്ട. ഇത് ഇങ്ങനെ കലക്കി എടുക്കട്ടെ, ഇത് ശേഷാക്കിയിട്ട് കലക്കി എടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇത്. എന്നിട്ട് കുറച്ച് കായം, ഈ കായവും ഇത് കണ്ട, കായ കണ്ട, ഈ കായവും കൂടി ഇതിൽ ഒഴിച്ചിട്ട് കുറച്ച് അത്രേ വേണ്ടു, ഒരു 1/2 ടീസ്പൂൺ കായം. ഈ കായം കൂടിപ്പോയ പ്രശ്നമൊന്നുമില്ല, കായം നല്ലതാണ്. കായം പ്രാണികളോ മറ്റെല്ലാം പോവും. എല്ലാം ശരിക്ക് നല്ല പഴുത്ത് ചല ചുരുണ്ട് വന്ന എൻ്റെ പയറിപ്പം ഞാൻ ഒരിക്കൽ അടിച്ചു, രണ്ടാമത് പഠിക്കാനാണ് പോകുന്നത്. അത് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഇത് നല്ലൊരു അടിപൊളി മരുന്നാണ്. ഞാനിത് പ്രയോഗിച്ച് നോക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഇത് കലക്കണം. ഞാൻ കലക്കി അടിച്ചു കൊടുക്കുമായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഈ കഞ്ഞീൻ്റെ വെള്ളം ഒരു ലിറ്റർ കഞ്ഞീൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. കണ്ട, ഇത് എല്ലാം കൂടി കലക്കട്ടെ. കലക്കിയിട്ട് കുടഞ്ഞു കൊടുക്കുന്നത്. അടിച്ചു കൊടുത്താലും മതി, പക്ഷെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് അരിച്ചിട്ടെല്ലാം ഇട്ടടി പണിയുണ്ട്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. കണ്ടില്ലേ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. അതും കൂടി ഞാനിതിലിട്ടേ. നിങ്ങൾക്ക് അത്രയും ചേർക്കാം. ഇതിപ്പോൾ ചേർത്ത് പോയാൽ ജാസ്തിയൊന്നും ആയിപ്പോലെ. ഇത് എത്ര ചേർത്താലും ഇത് പോയി പോലെ. അങ്ങനെ കായവും കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. മൈച്ചത്യം 100 ഏകദേശം ഒരു കണക്കിലെടുക്കണം. ഒരുപോലെ വേണ്ട. പിന്നെ ഇരട്ടി പൊടി എടുക്കുമ്പോൾ പകുതിയാണ് മൈച്ചത്ത് എടുക്കട്ടെ, അല്ല 100 എടുക്കട്ടെ. ചുണ്ണാമ്പ് എടുക്കട്ടെ, ചുണ്ണാമ്പ് കേട്ടോ. ഇതിപ്പോൾ എടുത്തിട്ട് കലക്കി കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കലക്കണം. ഉണ്ടല്ലേ, അതേപോലെ കലക്കിയിട്ട് കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം എടുത്തിട്ട് കഞ്ഞീൻ്റെ വെള്ളം നല്ലതാണ്. ഈ പിന്നെ ചിത്രകൂടം അങ്ങനെയുള്ളതിനെല്ലാം നല്ലതാണ് കഞ്ഞീൻ്റെ വെള്ളം അടിച്ചു കൊടുത്താൽ. ഞാനിപ്പോൾ കുരുട അടിച്ചു കൊടുത്തിട്ട് പഴുപ്പ് കൂടി വന്നില്ല. ആ പഴുപ്പെല്ലാം മാറിയിട്ടുണ്ട്. കാരണം ഒരു 3-4 ദിവസം അതിന് ഞാൻ അടിച്ചു കൊടുത്തിട്ട് ഒരു വെള്ളക്കുത്ത് ഇതെല്ലാം വന്നിട്ട് ഇപ്പോൾ മാറിയിട്ട് നല്ല തിരി വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ 3-4 ദിവസം അതിൻ്റെ അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ അടിച്ചു കൊടുത്തല്ലോ. ഞാനിപ്പോൾ അങ്ങനെ കളഞ്ഞില്ല, കുറച്ച് പഴയ പൊടിയാണ്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇനി ഇത് അടിക്കാൻ പോകുന്ന വെച്ചാൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കലക്കി എല്ലാം റെഡിയാക്കി വെച്ചു. കണ്ടില്ലേ, ഇത് ഞാൻ കലക്കി എല്ലാം റെഡിയാക്കി വെച്ചു.
ഇതെന്തെല്ലാന്ന് വെച്ചാൽ മൈച്ചിറ്റ തുരിച്ച് അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ്, പിന്നെ വേറെ കായം, പിന്നെ ചുണ്ണാമ്പ്, പിന്നെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, ഇത് നാല് പൊടി ഉള്ളതാണ്, ഇത് 5 പൊടി ഉള്ളതാണ്. ഇത് ഞാനിനി തളിച്ചു കൊടുക്കട്ടെ. കണ്ടേ, നമുക്ക് ഞാൻ തളിച്ചു കൊടുത്തിട്ട് ഇത് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഇതെല്ലാം ഈ തക്കാളി തൈ എല്ലാം മഞ്ഞ വന്ന് പോയിന്നായിരുന്നു. നോക്കുമ്പോൾ ഞാൻ അടിച്ച് കലക്കി കൊടുത്തതുകൊണ്ട് ഈ പയറും അതിൽ കലക്കി കൊടുത്ത് 3-4 ദിവസം അതിൽ കലക്കി കൊടുത്തിട്ട് അതിപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ട് ഇപ്പം നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതും കൂടി എടുത്ത് നിങ്ങൾ നല്ല റിസൾട്ട്. പിന്നെ കുരുടിപ്പ്, തല ചുരുണ്ട് പോലെ, മഞ്ഞളിപ്പ്, പിന്നെ അതെല്ലാം എല്ലാ രോഗങ്ങളാണ് അണുക്കളും എല്ലാം പോകും. കണ്ട ഇതേപോലെ എങ്ങനെയെല്ലാം പോയതായിരുന്നു, പുഴു എല്ലാം പോയി നീരകത്ത്. നല്ലൊരു മരുന്നായത്. കണ്ട ഞാൻ ഇതിന് വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാറ്റിനും കൊടുത്താൽ ഇത് കണ്ട ഈ തക്കാളി എല്ലാം പഴുപ്പ് വന്നു. ഞാൻ പഴുപ്പ് ഈ പിന്നെ പുള്ളിക്കുത്ത് അതൊന്നും പിന്നെ വരില്ല. ആ പുള്ളിക്കുത്ത് വന്നിട്ടുണ്ട്, ആ കക്കിരിക്കെല്ലാം അതെല്ലാം ഞാൻ ഇതിങ്ങനെ ആക്കിയത് കൊണ്ടാണ് പോയി. പോരാതെ ഇതിൻ്റെ മണ്ടക്ക് ഇങ്ങനെ മണ്ട ചീഞ്ഞു പോകുന്നതിന് ഇതിനെല്ലാം നല്ലതാണ്. ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങൾക്കെല്ലാം നല്ലതായത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ആക്കിയിട്ടില്ല. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചീഞ്ഞു പോവും, അങ്ങനെയെല്ലാം ആകുമ്പോൾ ഇത് കേട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ നല്ലോണം കുടഞ്ഞു കൊടുക്കട്ടെ. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞു പോയാൽ പിന്നെ നമുക്ക് കിഴങ്ങ് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇത്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം നമ്മൾ ശരിക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇതിപ്പം കണ്ടില്ലേ, എല്ലാം നല്ല റിസൾട്ടാണ്. ഇതെല്ലാം ചുരുണ്ട് ഇങ്ങനെ വെള്ളച്ചപ്പ് വന്നിനായിരുന്നു, അതെല്ലാം പോയിട്ട് ഇപ്പം ഇത് നല്ലൊരു ചപ്പായിട്ട് വന്നു. ഇത് ഞാൻ രണ്ടാമത് അടിച്ചു കൊടുക്കുന്ന ഇത് ഒരിക്കൽ അടിച്ചു കൊടുത്തു. നോക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. മഞ്ഞളിപ്പ്, പഴുപ്പ് വന്നിനായിരുന്നു, പഴുപ്പ്. ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങളെ കൊണ്ട്. നല്ലൊരു മരുന്നായത്. ഇത് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി. നല്ല അടിപൊളി മരുന്നായത്. കണ്ട ആ ചപ്പിനെല്ലാം പുള്ളിക്കുത്ത് വരുന്നു. ഇതിനൊരു മരുന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി മരുന്നായത്. ശരിക്കും എനിക്കത് പ്രയോഗം മാറിയേ. എല്ലാവരും ഉണങ്ങിയ ചപ്പ്, ഉണക്കം, ഇതെല്ലാം ഉണ്ട്. ഇല കരിച്ചിൽ എല്ലാത്തിനും കൂടി ഉള്ള ഒരു മരുന്നായത്. അത് ഞാൻ പോരാതെ കണ്ട ഇതിങ്ങനെ കണ്ടില്ലേ, ഈ 4 ഇതിങ്ങനെ ഭയങ്കര ഇതായിട്ട് ചപ്പ് ഉണങ്ങിപ്പോയിനായിരുന്നു. അതാണ് ഞാൻ ഇതിപ്പം ഇത് കാണിച്ചു തരുന്നത്. കണ്ട ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വളരുന്നുണ്ട്. ഇപ്പം കണ്ടല്ലോ, ഇതെല്ലാവരും ഇത് പ്രയോഗിച്ച് നോക്കിക്കോ. നല്ലൊരു അടിപൊളി മരുന്നാണ്. നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഇത് പ്രയോഗിച്ച് നോക്കിക്കോ. പിന്നെ മഞ്ഞളിപ്പ്, ചപ്പ്, പുള്ളിക്കുത്ത് വരുക, ഇല കരിച്ചിൽ വരുക, ഇതിനെല്ലാറ്റിനും നല്ലൊരു മരുന്ന്. തലചുരുളിച്ച വരുക, അതെല്ലാം നല്ല. ഇല കരിച്ചിൽ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഞാൻ ഇത് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് എനിക്ക് ഇതിയുടെ വിജയം കണ്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയുന്നത്. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ 100% ഉറപ്പാണ് നിങ്ങളോട് പറയുന്നത്. അവിടെ നിങ്ങളെല്ലാവരും ഇത് കാണണം. വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കണം എന്ന് പറയുന്നത്. എനിക്ക് അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. നന്ദി, നമസ്കാരം.